ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയ് മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് ഈ ജൂൺ മാസം 3-ാം തീയതി കോടതിയിൽ വെച്ചൊരു കേസ് നടക്കുന്നു. അതേപോലെ തന്നെ ജൂൺ മാസം 5-ാം തീയതി തൻ്റെ മക്കളുടെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ 2 ഡേറ്റുകളിലും ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, കാത്തിരിക്കുന്നവൻ്റെ മേളിൽ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ നടക്കാം, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ മകൻ്റെ ജോലിയെ കർത്താവിൻ്റെ രക്തത്തിൽ മുദ്രവയ്ക്കാം. അതേപോലെ തന്നെ തൻ്റെ മാതാവിനെയും പിതാവിനെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ കരം ഇവർ കാണാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് പോകുന്നത്? കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ, ജോൺ ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജൂൺ മാസം 3-ാം തീയതി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരത്ഭുതം ദൈവം ചെയ്യണമേ അപ്പം. നാളുകൾ കാത്തിരുന്നതിനകത്ത് ദൈവം ഈ മകന് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. യഹോവ നിസ്സി, ജയക്കോടി. കർത്താവെ, ഈ മകൻ്റെ ജീവിതത്തിനകത്ത് ജയം ചലിക്കാൻ തുടങ്ങട്ടെ. 5-ാം തീയതി താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ തൻ്റെ മക്കളുടെ പേരിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്കൂൾ ആരംഭത്തിന് മുതലേ തനിക്ക് വേണ്ടി ഒരു അനുകൂലത ഞങ്ങൾ ചെയ്യണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ദൈവം തൻ്റെ മാതാവിനെയും പിതാവിനെയും സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. അധികം ആരോഗ്യം, അധികം ബലം പകരണമേ അപ്പ. പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. തൻ്റെ ജോലിയെ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ മുദ്രവെക്കുന്നു. തനിക്ക് വിരോധമായി ചലിച്ച എല്ലാ എതിരുകളും നീങ്ങിപ്പോയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരുണയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനൊന്ന് ആരംഭത്തിൽ പറയുകയാണ്. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ആരൊക്കെയോ വഴിയടഞ്ഞവരായി, മുമ്പിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് വളരെ നിരാശയിൽ ശ്രദ്ധിക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ വചനം നിങ്ങൾ ഏകാഗ്രഹൃദയത്തോടും ശ്രദ്ധയോടും കൂടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഇന്ന് ഈ വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഇതാ പാതയെ തുറക്കുന്ന, വഴിയെ തുറക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതാ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നിനക്ക് വേണ്ടി അയക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ തടസ്സങ്ങളെ മാറ്റാൻ, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം. 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയും, നിന്റെ വചനത്തിൻ്റെ വികാസനം അത് പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 119-ാം സങ്കീർത്തനം 42-ാമത്തെ വാക്യം പറയുന്നത്, യഹോവേ, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിച്ചവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനായി തീരും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതാ തലകുനിഞ്ഞ് ഇനി മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരനോട് പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുമ്പോൾ, യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ മഹത്വം നിൻ്റെ മേളിൽ വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കരം നിൻ്റെ മേളിലേക്ക് വെളിപ്പെടുകയാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ ആഴമായ ചിലത് ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആരംഭത്തിൽ തന്നെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നിലേക്കാണ് വെളിപ്പെടുന്നതെങ്കിൽ ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയുകയാണ്, ലോകപ്രകാരം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ടൈമുണ്ട്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്ന ക്ലോക്കോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വാച്ചോ നിങ്ങളോട് പറയുന്നു എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസിന്റെ പടകിൽ കയറി യേശു കർത്താവിനെ നിങ്ങൾ നോക്കിയാൽ അത് കൈറോസ് ആണ്. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, നിരാശനായി നിൽക്കുന്നവൻ്റെ പടകിൽ
യേശു കയറി ഒറ്റ വാക്കുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും കാണാത്തൊരു നിറവിനെ തൻ്റെ പടകിലയച്ചു. അടുത്തുള്ള പടകുകളും കൂടെ നിറച്ചതുപോലെ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്തിൻ്റെ തിരിവുണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്ക്, 12 വർഷമായ രക്തസ്രാവസ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടതുപോലെ ഇതാ നിൻ്റെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ്, നിൻ്റെ ജീവിതത്തിനകത്തൊരു സൗഖ്യം, നിൻ്റെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവ് ഇപ്പോൾ സംഭവിക്കാൻ പോകുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവശബ്ദം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കാര്യം തികച്ചേ പോകത്തുള്ളൂ, അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചേ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് പാസ്റ്റർ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഞാൻ 100 പേരുടെ മുകളിൽ നിൽക്കുന്നവനാണ്, എനിക്കും അധികാരമുണ്ട്. ഞാൻ ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ വരുന്നു, ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ കിടക്കുന്ന ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ എൻ്റെ അധികാരത്തിന് പറ്റുന്നില്ല. പക്ഷേ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാൻ ആഗ്രഹിച്ചെങ്കിലും ഇതാ ശതാധിപൻ ഒരു കാര്യം മനസ്സിലായി, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ സൗഖ്യം നടക്കും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ വചനം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു എന്ന് മനസ്സിലായാൽ വിശ്വസിക്ക്, ഇന്ന് നിൻ്റെ നില മാറാൻ പോകുക, നിൻ്റെ ജീവിതത്തിനകത്ത് എന്തോ ഒരു അസാധാരണ വഴിത്തിരിവ് സംഭവിക്കാൻ പോകുക. ഞാൻ അത് തന്നെ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്. 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്നവൻ്റെ വചനം പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ഇതാ നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ, നിനക്ക് വേണ്ടി ഹല്ലേലൂയ എവിടെയാണോ തലകുനിഞ്ഞത്, എവിടെയാണോ വാതിലടഞ്ഞത്, വിശ്വസിക്ക്, ഈ വചനം ഇറങ്ങി വരുന്നത് നിൻ്റെ പാതയെ തുറക്കാൻ വേണ്ടിയാണ്. ഈ വചനം ഇറങ്ങി വരുന്നത് നിനക്ക് മുമ്പിൽ ടോർച്ചടിക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എല്ലാം തീർന്നു, ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാ വചനം നിൻ്റെ ജീവിതത്തിൽ പ്രത്യാശ തരാൻ പോകുന്നു, പ്രതീക്ഷ തരാൻ പോകുന്നു. നിനക്ക് പുതിയത് കർത്താവിൻ്റെ വചനം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്ക്, ഇതാ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. ഒന്നുകൂടെ ഒരു വ്യക്തത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്ക്, ഈ വചനം ചിലവരെ ഇന്ന് കരകയറ്റാൻ പോവുകയാണ്, ഈ വചനം സൗഖ്യമാക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മിനിറ്റിൽ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കർത്താവേ ഈ ദൈവദാസൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു മാറ്റം, എൻ്റെ ജീവിതത്തിൽ നാളുകൾ അടഞ്ഞു പോയി, ഞാൻ ആരെയൊക്കെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നാളുകൾ അടഞ്ഞത്, നാളുകൾ തീർന്നെന്ന് പറഞ്ഞത് നിന്റെ മേളിൽ ഒരു ദൈവപ്രവൃത്തിയായി ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ വാഗ്ദത്തങ്ങൾ കേട്ടു, ദൈവശബ്ദം കേട്ടു, പക്ഷെ ഒന്നിനും ഒരു ചലനമില്ലാതെ എവിടെയോ സ്റ്റക്കായതുപോലെ, എവിടെയോ ഒതുങ്ങിയതുപോലെ, ആ കട്ടിലിൽ തീരുന്നത് പോലെ, ആ വീട്ടിനകത്ത് ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. ഹല്ലേലൂയ, തലമുറ ആ റൂമിനകത്ത് മാത്രം ഇരിക്കുകയാണ്, പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എവിടെയോ മാനസിക സംഘർഷത്തിൽ ഇരിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ ഞാൻ കാണുകയാണ്. കർത്താവിൻ്റെ വചനം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദീർഘനാളുകളായി ചെയ്യാത്ത കുറ്റത്തിൽ ജോലി നഷ്ടപ്പെട്ട് അറിയാം ഇനി ഒരു മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആർക്കോ വേണ്ടി ഈ വചനം പുറപ്പെടുകയാണ്. അസാധാരണമായി വഴിത്തിരിവ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാത്ത കുറ്റത്തിന് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നെ നീതീകരിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി അത്ഭുതകരമായ വഴി ഉന്നത അധികാരികളോട് ദൈവം ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണുന്നു, നിനക്ക് വേണ്ടി ഒരു തിരിവുണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, കാത്തിരിക്കുന്നതിനകത്ത് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. കാരണം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒന്ന് പറ, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വാഗ്ദത്തം കേട്ട നീ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്നെ കേൾക്കുന്നവരെ, കാത്തിരിപ്പെന്ന് പറയുന്നത് നമ്മളെ ടയർഡാക്കുന്നതാണ്, കാത്തിരിപ്പെന്ന് പറയുന്നത് നമ്മളെ മുഷിപ്പിക്കുന്നതാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ 1 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ 1 മണി എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയാണ്. 1:30 ആയാലും പ്രതീക്ഷയാണ്. 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷകൾ കുറയാൻ തുടങ്ങും. 3 മണിയാകുമ്പോഴത്തേക്ക് അത് നഷ്ടപ്പെട്ടു തുടങ്ങിയാണ്. ഇതേപോലെ ഹല്ലേലൂയ, ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ ആ ദിവസം ജോലിക്ക് തരാമെന്ന് പറഞ്ഞു, ഇത്രാം തീയതി ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഡേറ്റുകൾ നീളുകയാണ്. ഡേറ്റുകൾ നീളുന്നതനുസരിച്ച് ഭയങ്കരമായി ടയർഡായി പോകുന്നത് പോലെ, അതേപോലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ വലിയ മുഷിപ്പിലേക്ക് മാറുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് വരികയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ പലവരെയും നോക്കി നാം പ്രതീക്ഷ വെക്കുമ്പോൾ പല വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകാം. ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് പറയുന്നുണ്ടാകാം. പക്ഷേ എൻ്റെ ദൈവം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി അതിശയകരമായ വാതിലുകൾ തുറക്കാൻ പോവുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യനല്ല ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത്. വചനം വ്യക്തമായി പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. വിശ്വസിക്ക്, ഇന്ന് ചിലവരുടെ മേളിൽ അസാധാരണ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവൻ വാതിലുകളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ജോലി സ്ഥലത്ത് വീണ്ടും വീണ്ടും വിളിച്ചു
വിളിച്ച് എൻക്വയറി ചെയ്യുന്ന, എനിക്കൊരു വാതിൽ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ആ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, അങ്ങനെ അനേകർ ഇന്ന് എന്നെ ശ്രദ്ധിക്കുകയാണ്. ഈ ദിവസം എൻ്റെ വാതിൽ തുറക്കും, എനിക്ക് വേണ്ടി ആ ബാങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നവർ ദൈവത്തിങ്കിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഇതാ നിന്റെ വിഷയത്തിനകത്ത് നിന്റെ മുഷിപ്പ് മാറാൻ പോവുകയാണ്. നിന്റെ ആ ടയർഡായി പോയ അനുഭവത്തിനകത്തുനിന്ന് ഒരു അസാധാരണ ബലം ഇപ്പോൾ നിന്നെ വഴി സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചലിക്കുകയാണ്. വഴികാട്ടിയായവൻ, നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ മേളിൽ ഇപ്പോൾ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്ന എനിക്ക് കാണാം. ഇന്നലകളെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ അവൻ ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. അവൻ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടെയാണ്. ഇന്ന് എവിടെയോ ഒന്ന് വഴിയടഞ്ഞ് നിൽക്കുമ്പോൾ ഇതാ കർത്താവ് പറയാണ്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പറയുമ്പോൾ വിശ്വസിക്കുക. ഇതാ കർത്താവ് നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ തുറക്കുകയാണ്. ഈ വചനത്തിനകത്ത് നിൽക്കുന്ന ചിലവരെ നോക്കി ഞാൻ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ വചനത്തിനകത്ത് നിൽക്കാൻ പറ്റുന്ന, വചനത്തിന് വേണ്ടി നിന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ മുതൽ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ഉള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അനേകർ ഇപ്പോൾ സൗഖ്യമാകാൻ പോവുകയാണ്. കിടക്ക വിട്ട് എഴുന്നേക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു അത്ഭുതം, ഒരു അടയാളമായി നിങ്ങൾ തീരാൻ പോയി. ആ ദേശത്തിൽ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സാക്ഷ്യത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കാത്തിരുന്ന് മുഷിയല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെ നോക്കരുത്. മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മാറാം, കൂടെ നിൽക്കാമെന്നും അറിയാം, കരുതാമെന്നും ഒക്കെ പറഞ്ഞ പലവരും നിന്റെ പ്രതികൂല സമയത്ത് അവർ വഴിമാറാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അധികമായി ഒറ്റപ്പെടുന്ന സമയത്ത്, വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം നിന്നെ വിട്ടുമാറുന്നത് നിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ ബന്ധുക്കാരായിരിക്കാം. ആത്മാവിൽ ഏറ്റവും ഉയരുന്ന സമയത്തും ഏറ്റവും അടുത്ത് വരുന്നത് ബന്ധുക്കാരായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ നിന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതാ എൻ്റെ ദൈവത്തോട് നീ പറ്റിയിരിക്കാൻ തയ്യാറായാൽ, 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കുക, ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഏതൊക്കെയോ വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. ഏതൊക്കെയോ വ്യക്തികൾക്ക് വേണ്ടി ഹല്ലേലൂയ തട്ടി ഉണർത്തിക്കൊണ്ട് നിന്റെ സമയമായെന്ന് പറയാൻ തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒന്ന് വിശ്വസിക്കുന്നവർ, വാഗ്ദത്തം കേട്ടവർ, ദൈവശബ്ദം കേട്ടവർ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അനേകർ നിങ്ങൾക്ക് നോക്കി ദൂത് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഒന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ഈ ആരംഭത്തിൽ വിളിച്ചു പറയുന്നു, വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി നീ ദൈവപാദപീഠത്തിൽ കാത്തിരിക്കണം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ് നീ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകാനിടയായി തീരത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, 25-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഒരുപക്ഷെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഏജും ഒക്കെ നഷ്ടപ്പെട്ട്, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടായിരിക്കാം ഈ വചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ചലിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, സിംഹക്കുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റാൻ ആരുമില്ലെങ്കിലും ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ച് കളയാൻ പോവുകയാണ്. വിശ്വാസത്തോടെ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം നിങ്ങളെ തൊടുമാറാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി നിശ്ചയമായും സംഭവിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1860 മുതൽ 1936 വരെയും ജീവിച്ചിരുന്ന ശാമുവേൽ ബ്രിങ്കിളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ
സാൽവേഷൻ ആർമിയിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഒന്നുകൂടെ ആഴം പറഞ്ഞാൽ, താൻ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിട്ടാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ആ നിലയിൽ താൻ വളരുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ചെറുപ്രായത്തിൽ തന്നെ വലിയ ആഗ്രഹമാണ്, വലിയ ദാഹമാണ് യേശുവിന് വേണ്ടി ജീവിക്കണം, സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത്. അങ്ങനെ തനിക്കറിയാവുന്ന, ആ സമയത്ത് അറിയാവുന്ന സാൽവേഷൻ ആർമിയാണ്. സാൽവേഷൻ ആർമിയുടെ ഓഫീസിലേക്ക് താൻ ദിനം പ്രതി ചെല്ലും. ഹല്ലേലൂയ. അങ്ങനെ ദിനം പ്രതി ചെല്ലുമ്പോൾ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് തന്നെ കാണുവാനിടയായി തീർന്നു. തൻ്റെ കാര്യം കേട്ടപ്പോൾ വില്യം ബൂത്ത് തന്നെ നിരുത്സാഹപ്പെടുത്താൻ തയ്യാറായി. എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ പശ്ചാത്തലം അനുസരിച്ച് താൻ ഒരു ചെരുപ്പൂത്തിയുടെ മകനാണ്, തനിക്കതിനുള്ള സാഹചര്യമില്ല എന്ന് തന്നെ വ്യക്തമായി നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ വില്യം ബൂത്ത് പറഞ്ഞു. പക്ഷേ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അനുസരിച്ച് വീണ്ടും വീണ്ടും ആ സാൽവേഷൻ ആർമിയുടെ ഓഫീസിൻ്റെ വാതിൽക്കൽ താൻ എത്തി. അങ്ങനെ തന്നെ കണ്ട് തൻ്റെ ശല്യം നിമിത്തം വില്യം ബൂത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ഇവനൊരു തക്ക ജോലി കൊടുത്താൽ, ഒരു പ്രയാസപ്പെടുന്ന ജോലി കൊടുത്താൽ ഇവൻ വിട്ടിട്ടും നിശ്ചയമായി മടങ്ങിപ്പോകും. ആ നിലയിൽ വില്യം ബൂത്ത് ശാമുൽ ബ്രിങ്കിളിനെ വിളിക്കുകയാണ്. നിന്റെ ആഗ്രഹം അനുസരിച്ചതാ, നിന്റെ ജോലിയുടെ ആരംഭം ഈ സഭയിൽ കടന്നു വരുന്നവരുടെ ഷൂ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമാണ്. അവനൊരു ഷൂ റാക്കറ്റ് ഇരിക്കുന്ന റൂം, അവന് ചെറിയ റൂമാണ്, അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന ഷൂ എല്ലാം ക്ലീൻ ചെയ്ത് വരുന്നവരെ ഷൂ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്റെ പ്രാർത്ഥനയോടെ നിന്റെ സുവിശേഷ വേല ആരംഭിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ താൻ വിശ്വസ്തയോടെ ആ ഷൂ ക്ലീൻ ചെയ്യുകയും താൻ ആ ഷൂ റാക്കറ്റ് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നീണ്ട നാളുകൾ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം താൻ പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾ ഇതാ കഴിയുകയാണ്. നീണ്ട 16 വർഷം താൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി മടുക്കാതെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തനിക്കൊരു കാര്യം ഉറപ്പാണ്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് വൈകിയാലും വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം തന്ന വാഗ്ദത്തത്തിനനുസരിച്ച് ആരെങ്കിലും കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യാശയെ നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രത്യാശയിൽ മുമ്പോട്ട് നടത്തുന്നത്. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആരെയോ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രത്യാശയിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അങ്ങനെ ഇതാ സാമുവൽ ബ്രിങ്കിൾ നീണ്ട 16 വർഷം തൻ്റെ പ്രത്യാശയിൽ, തൻ്റെ ദർശനത്തിൽ, തൻ്റെ ദാഹത്തിൽ മുട്ടുമേലിരുന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനെ അറിയാം, ദൈവം മാനിക്കും. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, നീണ്ട 16 വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ എല്ലാ വർഷവും സാൽവേഷൻ ആർമിക്ക് ഒരു ആനുവൽ മീറ്റിംഗ് നടക്കാറുണ്ട്. 7 ദിവസത്തെ മീറ്റിംഗ്. ഏകദേശം 50,000 മുകളിൽ സ്റ്റേഡിയത്തിലാണ് ജനം കൂടി വരുന്നത്. ആ നിലകളിൽ ഇതാ 16ാമത്തെ വർഷവും സാൽവേഷൻ ആർമിയുടെ ആനുവൽ മീറ്റിംഗ് പ്രഖ്യാപിച്ചു. വലിയ പരസ്യമാണ് നടന്നിരിക്കുന്നത്. ആ നിലയിൽ അതാ മീറ്റിംഗ് തുടങ്ങി. 5ാമത്തെ ദിവസമായപ്പോൾ ഇതാ വില്യം ബൂത്തിനൊരു ടെലിഗ്രാം വരികയാണ്. 7ാമത്തെ ദിവസം പ്രസംഗിക്കേണ്ട ദൈവദാസൻ പറയുന്നു, എനിക്ക് വരാൻ കഴിയുന്നില്ല, ഞാൻ ശാരീരികമായി അസ്വസ്ഥനാണ്, രോഗം പിടിച്ചിരിക്കുകയാണ്, ഒരു രീതിയിലും വരാൻ കഴിയത്തില്ല, നിങ്ങൾ മറ്റൊരു ദൈവദാസനെ അറേഞ്ച് ചെയ്യണം. എന്നെ കേൾക്കുന്നവരെ, ഇതാ വില്യം ബൂത്ത് തളർന്നതുപോലെ ആയിപ്പോയി. കാരണം ഇനി തൻ്റെ മുമ്പിൽ 2 ദിവസം മാത്രമാണ് ഉള്ളത്. ഇനി തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ നിലയിൽ ഭാരപ്പെട്ട് താനിതാ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടി വരികയാണ്. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നെടുമ്പാട് കിടന്ന് വില്യം ബൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്തിനുള്ളിൽ തൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നിൻ്റെ ഷൂ റാക്കറ്റ് റൂമിലിരിക്കുന്ന ബ്രിങ്കിളാണ് പ്രസംഗിക്കേണ്ടത്, ശാമുവൽ ബ്രിങ്കിളാണ് 7ാമത്തെ ദിവസം പ്രസംഗിക്കേണ്ടത്. താൻ ഈ കേൾക്കുന്ന ശബ്ദം ദൈവത്തിലല്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവം തന്നോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ഈ മീറ്റിങ്ങിൻ്റെ 7ാമത്തെ ദിവസം ശാമുവൽ ബ്രിങ്കിളാണ് ശുശ്രൂഷിക്കേണ്ടത്. അങ്ങനെ ആ ഉറപ്പ് വന്ന ശേഷം ഇതാ വില്യം ബൂത്ത് ചിന്തിക്കുന്നത്, ശാമുവൽ ബ്രിങ്കിളിനോട് പറയുമ്പോൾ അവൻ ഒറ്റ വാക്കിൽ എനിക്കത് കഴിയത്തില്ല, എന്നെക്കൊണ്ടത് കഴിയത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ആഴമായി ദൈവവചനമൊന്നും അറിയത്തില്ലെന്ന് അവൻ പറയുമെന്ന് കരുതി ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതാ വില്യം ബൂത്ത് ഇതാ ഷൂ റാക്കറ്റ് റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ താൻ കാണുന്നത് മുട്ടുമേൽ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശാമുവലിനെയാണ്. ഹല്ലേലൂയ. താൻ വാതിക്കൽ മുട്ടി. ഉടനെ ശാമുവൽ ബ്രിങ്കിൾ എഴുന്നേറ്റു. ഹല്ലേലൂയ. തന്നെ കണ്ട് കൈകൂപ്പി. ഉടനെ ഇതാ വില്യം ബൂത്ത് പറയുകയാണ്, നമ്മുടെ ഈ ആനുവൽ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ ദിവസം പ്രസംഗിക്കേണ്ടത് നീയാണെന്ന് ദൈവം പറഞ്ഞു. ഉടനെ അല്പസമയം ഇതാ ശാമുവൽ ബ്രിങ്കിൾ സൈലൻ്റ് ആകുകയാണ്. അതിനുശേഷം തല ഉയർത്തി പറഞ്ഞു, ഞാനത് ചെയ്യാം, എന്നെക്കൊണ്ടത് കഴിയും. എന്നെ കേൾക്കുന്നവരെ, വില്യം ബൂത്ത് തളർന്നുപോയി ആ വാക്കിനകത്ത്. അറിയാം, താനത് ചെയ്യാമെന്നും തന്നെ കൊണ്ടത് കഴിയുമെന്ന് കേട്ടപ്പോൾ പിന്നെ ഒരു വാക്ക് മറുത്തു പറയാൻ നിന്നില്ല. ഒരുങ്ങിക്കൊള്ളാൻ പറയുമ്പോൾ 7ാമത്തെ ദിവസവും 50,000 മുകളിൽ ജനം നിൽക്കുമ്പോൾ സാധാരണ ഒരു ഡ്രസ്സ് ഇട്ട് ചെല്ലാൻ കഴിയത്തില്ല. തനിക്ക് ഹല്ലേലൂയ നാളുകൾ ഉപവസിക്കുകയും മുട്ടുപേലിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തനിക്ക് ശരീരവണ്ണം വലുതായിട്ടില്ല. ഹല്ലേലൂയ. ആ നിലയിൽ തനിക്ക് പറ്റിയൊരു കോട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവിടെ അച്ഛന്മാരിടുന്ന, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും ഇടുന്ന
ഒരു ലോഹ തനിക്ക് കിട്ടി. ആ ലോഹയിട്ട് അറിയാം ഒരു പഴയ ഷൂ ഇട്ട് മുറുക്കിക്കൊണ്ട് ഇതാ 7ാമത്തെ ദിവസം ഗ്രൗണ്ടിലേക്ക് നടന്നു വരികയാണ്. ഇതാ വില്യം ബൂത്തിനും പിന്നാലെ ശാമുൽ ബ്രിങ്കിൾ ചെല്ലുകയാണ്. 7ാമത്തെ ദിവസം ആ സ്റ്റേജിൽ വില്യം ബൂത്ത് മൈക്ക് എടുത്തിട്ട് പറയുന്നു, അവസാനമായി നമ്മളോട് പ്രസംഗിക്കാൻ ദൈവം നമ്മുടെ നടുവിൽ അയച്ചിരിക്കുന്നത് ശാമുൽ ബ്രിങ്കിളിനെയാണ്. ഹല്ലേലൂയ. ജനം കൈയടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഇതാ മൈക്ക് ശാമുൽ ബ്രിങ്കിളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശാമുൽ ബ്രിങ്കിൾ ആ മൈക്ക് വാങ്ങിച്ചിട്ട് സ്റ്റേഡിയത്തിലേക്ക് ഉറ്റുനോക്കി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി നാളുകൾ കാത്തിരുന്ന സുവിശേഷത്തിൻ്റെ ദാഹത്തിൽ നിന്ന് ഇതാ ശാമുൽ ബ്രിങ്കിൾ മൈക്ക് പിടിച്ചപ്പോൾ അവൻ്റെ പ്രസംഗമല്ല നടന്നത്. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ആ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. താൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില മിനിറ്റുകൾ കഴിഞ്ഞ് താൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ ആ ചെയറുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. തൻ്റെ ഹൃദയത്തിനകത്തൊരു ഭാരം വന്നു. തൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെടാതെ ജനമെല്ലാം മടങ്ങിപ്പോയെന്ന് കരുതി ഒന്നുകൂടെ താൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇതാ ആ ജനം മുഴുവൻ നിലമ്പാട് താഴെ കിടന്ന് നിലവിളിക്കുകയാണ്. തൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കവിഞ്ഞൊഴുകുകയാണ്. താനും ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആ സ്റ്റേജിനകത്ത് നിന്നുകൊണ്ട് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ദൈവശക്തിയാൽ, ദൈവ സാന്നിധ്യത്താൽ എന്നെ കേൾക്കുന്നവരെ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിന് ശേഷം ഏറ്റവും ശക്തമായ നിലയിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ് ശാമുൽ ബ്രിങ്കിൾ. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര വർഷമായെന്നുള്ളതല്ല, എത്ര സമയമായെന്നുള്ളതല്ല, അവൻ നിങ്ങളെ ഉയർത്തുമെന്നുള്ളത് നിശ്ചയമാണ്. പത്രോസിനോട് ചോദിച്ചാൽ അവൻ വിളിച്ചു പറയും, സകലെന്നും വിട്ടിട്ട് ഇറങ്ങി തിരിച്ച ഞങ്ങൾ ലജ്ജിച്ചു പോകില്ല. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകൾക്ക് താണിരിക്കുക. കാത്തിരിക്കുന്നവനെ കൈവിടാത്ത ഒരു ദൈവശക്തി എന്നെ കേൾക്കുന്ന ചിലവരെ മേളിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. വിശ്വാസത്തോടെ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരാശകളെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് മുമ്പിൽ ഇനി ഒരു വഴിയിലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഉണരുക, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി നിന്ന് റെയ്നാഡ് ബോങ്കയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റെയ്നാഡ് ബോങ്കെ മറുപടി പറയുകയാണ്, നിങ്ങൾ ഉണർന്നാൽ മതി, ഉണർവ് നടക്കും. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ നോക്കി, എന്നെ കേൾക്കുന്ന ആരൊക്കെയോ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭവനം നിങ്ങളിലൂടെ ഉണരാൻ പോവുകയാണ്, നിങ്ങളിലൂടെ ആ സഭ ഉണരാൻ പോവുകയാണ്, ആ പട്ടണം ഉണരാൻ പോകുന്നു. ഉണരുക, ദൈവശക്തി ദൈവത്തിനായി ഉണരുക. ദൈവശക്തി ഇതാ നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെടുകയാണ്. കാത്തിരിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ, ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമായിരിക്കും, ഇതൊരു എഴുന്നേൽപ്പിൻ്റെ സമയമായിരിക്കും. ഇന്ന് അനേകരുടെ കാത്തിരിപ്പിനകത്ത് ഇതാ ആൻസറുകൾ വരാൻ പോകുന്നു. എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മണിക്കൂറുകൾ നിങ്ങളുടെ സൗഖ്യമാണ്, ഈ മണിക്കൂറുകൾ നിങ്ങളുടെ വിടുതലാണ്, ഈ മണിക്കൂറുകൾ നിങ്ങളുടെ എഴുന്നേൽപ്പാണ്. എൻ്റെ കൂടെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ചിലവരെ ദൈവം തൊടാൻ പോവുകയാണ്, ചിലവരെ ദൈവം തൊടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആക്ച്വലി ജനുവരി 26 തൊട്ടാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഇവിടം വരെ പൊങ്ങത്തുള്ളായിരുന്നു. മേളിലോട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മുടി കെട്ടിത്തരുന്നത് വരെ എൻ്റെ മക്കളായിരുന്നു. പിന്നെ ഈ ഉടുപ്പൊക്കെ ഇടാൻ നേരത്തെ ഞാൻ ആദ്യം ഒന്ന് കരഞ്ഞിട്ടാണ് ഉടുപ്പിടുന്നത്. കാരണം ഉടുപ്പിടാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, കൈ പൊക്കി ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ വന്ന് പാസ്റ്ററിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പാസ്റ്റർ ഇന്ന് തന്നെ വിടുതലാണെന്ന് പറഞ്ഞിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. പക്ഷേ പാസ്റ്റർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു, ഇവിടെ 6 പേർക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കൈ പൊക്കാൻ മേലാത്ത. പാസ്റ്റർ തന്നെ എന്നെ പിന്നെയും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ടൈംസ് പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ ഫോക്കസിനെ ഞാൻ എപ്പോഴും എൻ്റെ പെയിനിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അപ്പം തൊട്ട് ഫോക്കസ് മാറ്റി. ഞാനപ്പം മനസ്സിൽ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഗോഡ് ഹാസ് ഓൾറെഡി ഹീൽഡ് മീ, ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ്. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്നാ ഹീലായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നൗ കംപ്ലീറ്റ്ലി ഐ ക്യാൻ. ഒന്ന് കരവടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു റെൻറ്റഡ് ഹൗസിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അഡ്വാൻസ് എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാസ്റ്ററിൻ്റെ അടുക്ക വന്നിട്ട്
അപ്പോൾ പാസ്റ്റർ പറഞ്ഞു മിറക്കിൾ വിൽ ഹാപ്പൻ, മിറക്കിൾ സംഭവിക്കാമെന്ന്. 30th എനിക്ക് വീട് വെക്കേറ്റ് ചെയ്യണം. കാരണം വേറെ വാടകക്കാർ ആ വീട് ഓക്കുപ്പൈ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ 29th 1 o'clock ആയപ്പോഴാണ് എനിക്ക് വീട് ശരിയായി. അപ്പം നമ്മളുടെ ദൈവം ശരിക്കും ലാസ്റ്റ് മിനിറ്റ്, ഈവൻ ദ ലാസ്റ്റ് മിനിറ്റിൽ പോലും പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്. കണ്ണുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീണ്ട നാളുകളായി പലവരെയും പ്രതീക്ഷിച്ച് കാത്തിരുന്നവർ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ന് ഒരു വഴിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ സ്പർശനം, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ കരം ഇതായി മക്കളെ എഴുന്നേൽപ്പിക്കുകയാണ്, സൗഖ്യമാക്കിയാണ്. എന്നെ കാണുന്ന അനേകർ ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഹല്ലേലൂയ. വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികൾ ദൈവം തുറക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് അത്ഭുത സാക്ഷ്യങ്ങളുടെ സമയമാണ്. അനേകർ സൗഖ്യമാകുകയാണ്, അനേകരുടെ വിടുതലുകൾ സംഭവിക്കുന്നു, അനേകരുടെ സാമ്പത്തിക ഭാരം മാറുകയാണ്. യേശുവേ, എന്നെ കാണുന്ന ഭാരപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിച്ചതിനായി നന്ദി, വഴി തുറന്നതിനായി നന്ദി. ഇവരുടെ പ്രത്യാശയും പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. കാരണം ഞങ്ങളെ നിത്യതവരെയും കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ചലനം സംഭവിക്കട്ടെ, എഴുന്നേൽപ്പുകൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന ശുശ്രൂഷയും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിക്കുക, വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസം 12, 13, 14 തീയതികളിൽ കൊല്ലത്ത് വെച്ച് 72 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥനകൾ നടക്കുന്നു. അനേക ദൈവദാസന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കാനായിരിക്കുന്നു. 3 ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഉണ്ട്. ഒരുമിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് ഉറപ്പാക്കി കടന്നു വരിക. ഒരത്ഭുതം നിശ്ചയം, ദൈവപ്രവൃത്തി നിശ്ചയമാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഉണരുക. ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കുക. നമ്മുടെ ശുശ്രൂഷകൾക്കായിട്ട് നിങ്ങൾ ഈ പരസ്യം കാണുമ്പോൾ തൃശ്ശൂരോ എറണാകുളത്തോ കൊല്ലത്തോ കുണ്ട്രയിലോ തിരുവനന്തപുരത്തോ എവിടെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് ഓടി കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നിശ്ചയമായി ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.